ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും ആദ്യമേ മെറി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ 2 ദിവസം മിസ്സിംഗ് ആയിരുന്നു, ചെറിയൊരു ബ്രേക്ക് എടുത്തായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ് വീണ്ടും ജോഷുവായി. അതെ, നമുക്ക് ഇന്ന് ക്രിസ്മസ് ആയിട്ട് തന്നെ ഒരു ട്രെയിലർ അല്ല, ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് പ്ലസ് ഒരു പ്രോമോ. വേറെ ആരുമല്ല, നമ്മുടെ നിവിൻ പോളിയുടെ ലാസ്റ്റ് മൂവി പറയണോ? ഈ ഇടയ്ക്ക് വന്ന ആക്ച്വലി ലാസ്റ്റ് മൂവി മാത്രമല്ല, വേറെ കുറെ മൂവീസ് ഉണ്ട്. അത്ര നല്ല റണ്ണിങ് സക്സസ് ഒന്നും അല്ല. അതായത് നമുക്ക് ഇപ്പം നിവിൻ പോളിക്കാണ് ഇപ്പോൾ ഡെസ്പറേറ്റ്ലി ഒരു കംബാക്കിന്റെ ഒരു ആവശ്യം ഈ ഒരു ടൈമിൽ. ലൈക്ക് ആ ഒരു 2012 to 16 ഇറ നിവിൻ പോളി ഇറയായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ആ ഒരു ഇറ നമുക്ക് തിരിച്ച് മിക്കവാറും ആൾക്കാർ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇപ്പം പുള്ളിക്കാരന്റെ എന്ത് ട്രെയിലറും വന്നാലും അതിൽ കമന്റ് ചെയ്ത് തന്നെ വരുന്നത് പ്ലീസ് വി വാണ്ട് ആ ഒരു ഊർജവത്തോടെ വരണം എന്നുള്ളത്. നമ്മൾ രാമചന്ദ്രൻ ബോസ് കമ്പനി നമ്മൾ വിചാരിച്ച ഒരു കോമഡി കൈൻഡ് ഓഫ് മൂവിയിലായിരിക്കും. ഈവൻ നമ്മൾ പോയിരുന്നു, പക്ഷെ എനിക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴത്തേനും വൺ ട്രാജഡി ആയിരുന്നു. വൺ ട്രാജഡി എന്ന് വെച്ചാൽ നമുക്ക് ഇരുന്ന് സഹിക്കാൻ പറ്റത്തില്ല. നമ്മളെന്ന് പറഞ്ഞ പറയത്തില്ലേ, ജബർദസ്തി അതിനകത്ത് ജോക്കൊക്കെ ഇങ്ങനെ തള്ളി അങ്ങ് കയറ്റിയ പോലെ ചിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് RDX മിസ്സായി പോയത്. അത് നമ്മൾ അതിൽ ഭയങ്കര ഒരു ദുഃഖിതരാണ്. പക്ഷെ കുഴപ്പമില്ല. യെസ്, അപ്പം ഇത് മൂവിയുടെ പേരാണ് മലയാളി ഫ്രം ഇന്ത്യ. ഓക്കെ, ലോകത്തെ ഓരോ മൂല ചെന്നാലും അവിടെ എവിടെ നമുക്ക് ഒരു മലയാളി എന്തായാലും കാണും. അപ്പൊ നമ്മളിങ്ങനെ മലയാളി, അടുത്ത ചോദ്യം നാട്ടിലെവിടെ എന്നൊരു ചോദ്യമായിരിക്കും. അപ്പം നമുക്ക് എളുപ്പം ഈ ഒരു വീഡിയോ കാണാം. ആക്ച്വലി ഇതൊരു അറൌണ്ട് 7 minutes ലെങ്ത് ഉണ്ട് ഈ വീഡിയോ. അപ്പൊ നമുക്ക് എളുപ്പം കാണാം അല്ല എന്താ സംഭവം. ഹലോ, ബ്രോ ഡിജോ എന്തായി? ഇല്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. വർക്കൗട്ടാന്ന് പറഞ്ഞു. വർക്കൗട്ടാ? ഈ നട്ടുച്ചയ്ക്കാ? ജിമ്മിലാ നമ്മുടെ ബാക്കി. ചേട്ടൻ വിളിക്കുന്നു. ലിസ്റ്റിനെ വിളിക്കുന്നുണ്ട്. എപ്പോ വിളിക്കാം? നീ ഏതായാലും കഴിഞ്ഞിട്ട് വിളിക്കാം. വിളിക്കാം ബ്രോ. ഓക്കെ. ഒരു വെറൈറ്റി പ്രോമോ. ഇത് മറ്റേ അടിപൊളി നമ്മുടെ അനിരുദ്ധിന്റെ അത് ഓർക്കുന്നുണ്ടോ? മറ്റേ സോങ് ഇറങ്ങിയപ്പോ 86 ഞാനും ഓർത്ത് നിവിൻ പോളിയായിരുന്നു അവിടെ വർക്കൗട്ട് ചെയ്യുന്നത്. എന്തൊക്കെയുണ്ട്? അധികം നേരമായി വന്നിട്ട്? ഇല്ല, ഞാൻ ജസ്റ്റ് എത്തിയുള്ളൂ. ഹെവി വർക്കൗട്ടായിരുന്നു. ബ്രോ വാ, പണിയുണ്ട്. കുറെ നേരമായി എന്നെ കൊണ്ട് വെറുതെ. ട്രെയിനറാ? നീ ആകെ ടയർഡായല്ലോ. ശല്യത്തിനും കഴിച്ചിട്ട് വന്നേ. ബാ നമുക്ക്. അപ്പൊ എങ്ങനെയാ ഇവിടെ സെറ്റ് ഇടണേ? സെറ്റോ? എന്തിന്റെ? കോടതിയുടെ ഡയലോഗൊക്കെ നല്ല തീപ്പൊരി അടിക്കണം. ഇംഗ്ലീഷും തെലുങ്കും തമിഴും ഒക്കെ കൂട്ടിയാണ് നല്ല പൊളിയായിട്ട്. സീരിയസ് ആയിട്ടാണ് ബ്രോ, ഇത്തവണ കോടതിയില്ല. കോടതിയില്ലേ? ഓ, മറ്റേതാണല്ലേ, പാൻ ഇന്ത്യൻ. കുറച്ചായി അങ്ങനെ ഒരു ഐറ്റം പിടിക്കണം ഞാൻ ആലോചിക്കുന്നു. ബ്രോ, ഇതൊന്നുമല്ല ബ്രോ, ഇതൊരു പക്ക ലോക്കൽ പടം പറഞ്ഞു വരുമ്പോ. ഓ, പാൻ ഇന്ത്യനും പഞ്ചിലൊക്കെ നിന്റെ പൃഥ്വിരാജനും നമുക്ക് ലോക്കൽ അല്ലേ? എന്റെ പൊന്നു ബ്രോ, ഈ പരിപാടി ചെയ്യാൻ മലയാളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യൻ സിനിമയിൽ വേറെ ആരുമില്ല. ശരിയല്ലേ? അതൊക്കെ എനിക്കറിയാം. നീ കാര്യം പറ ബ്രോ. ഇതൊന്ന് കേട്ടോ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും നിറകുടമായ ഒരു നാട്. ശ്യാമസുന്ദര കിരക്കിദാര ഭൂമി, ജനജീവിത ധാന്യ സമ്പന്ന ഭൂമി. നീ പാടണ്ട. ഓക്കെ, അവിടെ നമ്മുടെ കഥാനായകൻ, ഹീറോ ആൽപ്പറമ്പിൽ ഗോപി. ഗോപി? ആൽപ്പറമ്പിൽ കൊള്ളാം. ഗോപി അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ജന്മിയാണോന്ന് വൈക്കാശ്ശേരി മന എന്റെ മനസ്സിൽ. അല്ല പിന്നെ ജന്മിയ കൊള്ളാം. അവിടെ സ്നേഹനിധിയായ ഒരമ്മ. നല്ല അടക്കോ ഒതുക്കോ ഉള്ള ഒരേ ഒരു പെങ്ങൾ. ഇല്ല, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇരിനോട് ചോദിക്കരുത്. എങ്ങനെയുണ്ട്? സർ, ഡംബിൾസ്. ഓ, അതെ, ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ നല്ല പൊളി പൊളിക്കണം, നല്ല സെറ്റ് അടിക്കണം. ഓക്കെ അല്ലേ? ലുക്കോ? ഹെയർ
ഹെയർ സ്റ്റൈല് എന്തായാലും ഒരു ട്രെൻഡാവും. ഡിജോ ഓ ലോക്കലാണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. ക്യാൻവാസ് വലുതാ. ആ ഓക്കെ തള്ള നല്ല തള്ള ശീലായി. പിന്നെ നമ്മുടെ ഗോപിക്ക് വേണ്ടി ചാകാൻ വരെ തയ്യാറായിട്ടുള്ള ഒരു കൂട്ടുകാരൻ. ആഹാ അതറിയില്ല. വേണമല്ലോ, ഒരു കൂട്ടുകാരൻ വേണമല്ലോ. എല്ലാം ചെയ്ത് ആ ഗോപി ഒറ്റയ്ക്കാ. ഞാൻ പരാതി എന്റെ ബാബു സാക്ഷി ആക്കണോ? ഞാൻ ഓക്കെ ആണോ? ഫസ്റ്റ് ടൈം അവരുടെ മൊത്തത്തിൽ ഇത്തിരി തടിച്ചൊക്കെ ഇരിക്കല്ലേ? ഇല്ല ബ്രോ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നാണ് ഫ്രൈവർ നിറഞ്ഞു നിൽക്കും. റിച്ച് ആയിരിക്കും, ട്രസ്റ്റ് മീ. പ്രണയം കൃഷ്ണ അവന് വേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ച അവന്റെ പെണ്ണ്. അനശ്വരൻ നമ്മുടെ നേരെ പൊളിച്ചിട്ടിരിക്കുകയാണ്. ലവ് യു കൃഷ്ണ. നാടുകളോട് എന്നെ പറയാൻ നടക്കാൻ ഇനി കല്യാണം പ്രായമായിട്ടുള്ള മുതുക്ക. അതെ നല്ല മാസ് വേണം, മാസ്. മാസം ഉണ്ടോന്ന് ഈ സീനൊന്ന് കേട്ടു നോക്കിയേ. ഉത്സവത്തിന് ഒരു ആനയടയും നാട്ടുകാരെ ചിന്നി ചെതറി ഓടുന്നു. ഒരു മകൾ, ഒരമ്മ. അവിടെയാണ് നമ്മുടെ നായകന്റെ ഇൻട്രോ. ഗോപി സൂപ്പർ ഹീറോ, സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. പഠിച്ചോ. അപ്പൊ നമ്മൾ ഓ ചെയ്യുന്നു. പൊളി, താങ്ക് യു ബ്രോ. Interesting സംഭവം അല്ലേ? ബ്രോ അല്ല നീ ടൈറ്റിൽ എന്താന്ന് പറഞ്ഞില്ലല്ലോ. ടൈറ്റിൽ ഇത് നൈസ്, ഐ ലൈക്ക് ഇറ്റ്. തള്ളി മറിച്ചിട്ടുണ്ട്. എടാ നിവിൻ ഓക്കെ പറഞ്ഞോ? നിവിൻ ഓക്കെ ആണ്. വേറെ ഡിജോ, പറഞ്ഞേ? ഏ? ഹലോ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ. ഡിജോ, എന്താ ബ്രോ? ഹലോ. ഇന്ത്യ ആണോ ഭാരതം? രണ്ടും ഒന്നല്ലേ ബ്രോ, പക്ഷെ നമുക്ക് ഇന്ത്യ മതി. ആ ഓക്കെ. എടാ നീ എവിടെ പോയടാ? ഹലോ ഹലോ. എടാ ഡിജോ എന്തായിരുന്നു? He's back. 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 നല്ലൊരു കോംബോ ആണ്. ഇവിടെ ധ്യാൻ ശ്രീനിവാസനും only in മലയാളം. പക്ഷേ നമ്മുടെ മൂവിയുടെ പ്ലോട്ടും ഭയങ്കര വെറൈറ്റി ആയിരുന്നു അല്ലെ. 7 മിനിറ്റോളം ഉണ്ട് വീഡിയോ, പക്ഷെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഒരു ഭയങ്കര ഇന്നോവേറ്റീവ് കൈൻഡ് ഓഫ്, അതും വെറും പ്രോമോ മാത്രമാണ്, നോട്ട് എ ടീസർ, നോട്ട് എ ട്രെയിലർ. ആ ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റിന് വേണ്ടി മാത്രം എടുത്തൊരു പ്രോമോ, പക്ഷെ അടിപൊളിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ നമ്മുടെ നെൽസന്റെയും അനിരുദ്ധിന്റെ മറ്റേ ജയിലറിന് വേണ്ടിയിട്ട് സോങ്ങിന് വേണ്ടിയിട്ട് അനൗൺസ്മെന്റ് ചെയ്തപോലെ ആ ഒരു വെറൈറ്റി തന്നെ പിടിച്ചിരിക്കുന്നത്. അതെ, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആൻഡ് അപ്പം നമുക്ക് ഡിജോ ജോസ് എന്ന് പറയുമ്പോൾ എക്സ്പെക്ടേഷൻ ഹൈ ആണ്. ആ മറ്റേ പൊളിറ്റിക്കൽ ജനഗണമന പോലെ ആയിരിക്കുമോ, ക്വീൻ പോലെ ആയിരിക്കുമോ എന്നുള്ള രീതിയിൽ. അത് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കാലത്ത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ആൻ ആക്ടർ, അതുപോലെ ഡയറക്ടറും അത് അത്രയും തന്നെ സ്ട്രോങ് ആയിരിക്കണം, റൈറ്ററും അല്ലേ, നല്ല റൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയാണ്. ആൻഡ് ഇതിനകത്ത് നമ്മുടെ നമുക്കറിയാം നിവിൻ പോളി ഒരു ട്രെൻഡ് സെറ്റർ ആണ്. നമ്മുടെ പ്രേമം ഇറങ്ങിയപ്പം ആ ഒരു കോമ്പിനേഷൻ, ഈവൻ ദാറ്റ് ആ ബിയർഡ് ലുക്കും സംഭവം ഒക്കെ, എസ്പെഷ്യലി അത് കഴിഞ്ഞാണെന്ന് തോന്നുന്നു മലയാളി ചെക്കന്മാരൊക്കെ അതായത് ആ ഒരു ട്രെൻഡിലേക്ക് മാറിയത്. ഇവിടെ മുടി കുറച്ച് കേളാണ്, ഒരു വെറൈറ്റി ആണ്. അപ്പം പറഞ്ഞു ഹെയർ സ്റ്റൈൽ ട്രെൻഡ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. അപ്പം ഇത് പിന്നെ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനാണ് ഇതിനകത്ത് ഒരു, ഞാൻ വിചാരിച്ചു അജു വർഗീസ് ആയിരിക്കും എന്നുള്ളതല്ല. ഇതൊരു ഫസ്റ്റ് ടൈം കോംബോ ആണ്. അപ്പം രണ്ടുപേരും നല്ല ജഗിലേടി ആൾക്കാർ തന്നെയാണ്. അപ്പൊ ഒരു
അനശ്വരയാണ് ഇതിനകത്ത് ഹീറോയിൻ. അനശ്വര ഇപ്പം നമ്മുടെ നേരിന്റെ അകത്തും അതുപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇത് എനിക്കൊന്ന് ഫുൾ ഓഫ് ഒരു എല്ലാ എലിമെന്റ്സ് ഉണ്ട്, കോമഡി, റൊമാൻസും, അമ്മയുടെ ഒക്കെ മഞ്ജു പിള്ളയുടെ അമ്മ റോളും സംഭവങ്ങളും ഒക്കെ അടിപൊളിയായപ്പോ മറ്റേ നമ്മുടെ ഡിജോ ജോസ് പറയുന്നത് വേറൊരു രീതിയിലാണ്, നമ്മുടെ നായകൻ ഇങ്ങനെ എല്ലാം ഇമാജിൻ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ്. അപ്പം പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് ദാറ്റ് ക്യാപ്ഷൻ ആൻഡ് ദ മൂവിയുടെ ഒരു പ്ലോട്ട് ഒരു സാമ്യമില്ലായ്മ, ഒരു നാട്ടും പുറത്ത് പക്ഷെ വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ സംഭവങ്ങൾ. ജസ്റ്റ് ഒരു പ്രോമോയിലായിരുന്നു. പക്ഷെ ഐ ഹോപ്പ് മൂവിയും ഇത്ര എൻഗേജിങ് ആയിരിക്കണം എന്ന്. അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഈ ഒരു പ്രോമോ തന്ന ഒരു പ്രോമിസിങ്ങും സംഭവങ്ങളും ഒക്കെ നമ്മൾ ആ മൂവിയിലും കാണണം എന്നുള്ളൊരു പ്രയർ മാത്രമേ ഉള്ളൂ. എല്ലാം അടിപൊളിയാണ്, ഡയറക്ടർ അടിപൊളിയാണ്, കോൺസെപ്റ്റ് കൊള്ളാം. ഇനി മെയിനായി ആണ് നമ്മുടെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ അടിപൊളിയാണെങ്കിൽ എല്ലാം. മ്യൂസിക് ജെക്സ് ബിജോയിന്റെ ആണ്. അതെ, ലാസ്റ്റില് പറയുന്ന പോലെ എവിടെ ചെന്നാലും ഒരു മലയാളം, ചന്ദ്രനിലെ ഒരു ചായക്കട ഉണ്ടായിരിക്കും. അതെ, ചന്ദ്രനില് നമ്മുടെ ഫസ്റ്റ് ലാൻഡ് ചെയ്തപ്പോഴും അവിടെ ഒരു മലയാളി ഉണ്ടാവണം എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയുടെ ഒരു പ്രോമോ റിയാക്ഷൻ. അടിപൊളിയാണ്. ഇപ്പൊ ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മൾ വരുന്നതായിരിക്കും. അതായിരിക്കും കാത്തിരിക്കുക.